ശരിക്കും നമ്മൾ നമ്മുടെ ഇന്നലത്തെ സെഷൻ നമ്മൾ നിർത്തിയത് നമ്മൾ ഇവിടെയാണ്. അതായത് നമ്മൾ ഇന്നലെ സെഷനിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കം എന്ന വെർബ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് എന്നുള്ള ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഐ കം ഹിയർ എവരി ഡേ അല്ലേ, ആ സെൻറ്റൻസ് നമ്മൾ ശരിയാണ് ക്രിയേറ്റ് ചെയ്തത്. രണ്ടാമത് അവൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു? ഷീ കം ഹിയർ എവരി ഡേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ സെൻറ്റൻസ് എന്താണ്, തെറ്റാണ്. നീ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്, യു കം ഹിയർ എവരി ഡേ, അത് ശരിയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്, വി കം ഹിയർ എവരി ഡേ, അതും ശരിയാണ്. എൻ്റെ സഹോദരൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്, മൈ ബ്രദർ കം ഹിയർ എവരി ഡേ, അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ചില സ്ഥലങ്ങളിൽ ഇന്നലെ നമ്മൾ ആ ഹിന്ദു പത്രത്തിൻ്റെ 2 എക്സാമ്പിൾ ഞാൻ എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വെർബിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഇ എസ് ഉപയോഗിക്കാറുണ്ട്. ചില സെൻറ്റൻസുകളിൽ വെർബിൻ്റെ കൂടെ എസ് ഓർ യെസ് വേണ്ട. അപ്പോൾ അതിൻ്റെ റീസൺ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ സെൻറ്റൻസ് ശരിയാകണമെങ്കിൽ ഇവിടെ ഈ കമ്മിൻ്റെ കൂടെ എന്ത് വേണം? യെസ് ചേർക്കണം, കംസ് ആകണം. ഈ കമ്മിനെ കംസ് ആക്കണം. അതേപോലെ ഇവിടെ എൻ്റെ സഹോദരൻ എല്ലാ ദിവസവും വരാറുണ്ട്, ആ സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോഴും കമ്മിനെ എന്താക്കണം? കം അല്ല, അവിടെ കംസ് ആണ്. അപ്പോൾ യെസ് ഓർ ഇ എസ് ചിലയിടത്ത് ചേർക്കേണ്ടി വരും, ചിലയിടത്ത് ചേർക്കേണ്ടി വരുന്നില്ല. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, എന്താണ് യെസ് അല്ലെങ്കിൽ ഇ എസ് അല്ലേ? ഈ കമ്മിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? കംസ് ആക്കാനായിട്ട് യെസ് ചേർത്താൽ മതി. ചിലയിടത്ത് ചില വെർബിൻ്റെ കൂടെ ഇ എസ് ചേർക്കണം. അവിടെ ചെറിയൊരു സംശയം തോന്നും. അത് ഞാൻ ആദ്യം ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ എന്തുകൊണ്ട് എസ് ഓർ ഇ എസ് വരുന്നു, എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള റീസണിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വെർബ് ഇവിടെ കമ്മിനെ കംസ് ആക്കണമെങ്കിൽ COME ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി. ഒരു എസ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്താവും? കംസ് ആവും. അതേപോലെ വാക്കിനെ വാക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് മതി? WALK ഒരു എസ് കൂടെ ചേർത്താൽ അത് എന്തായിട്ട് മാറി? വാക്സ് ആയിട്ട് മാറി. റീഡിനെ റീഡ്സ് ആക്കണമെങ്കിൽ READS ഒരു എസ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അത് റീഡ്സ് ആയി. റൈറ്റിനെ റൈറ്റ്സ് ആക്കണമെങ്കിൽ WRITES എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റൈറ്റ്സ് ആയി. അതുപോലെ സിങ്ങിനെ സിങ്സ് ആക്കണമെങ്കിൽ SINGS സിങ്സ് ആയി. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എസ് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? ഇനി ഇവിടെ നോക്കി, വാച്ച് WATCH വാച്ച് എന്ന് പറയുന്ന ഒരു വെർബ് അല്ലേ? നമ്മൾ പറയാറുണ്ട് ഐ വാച്ച് എ മൂവി, ഞാനൊരു മൂവി കാണാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വാച്ച് കാണുക. അപ്പോൾ എന്ത് ചെയ്യൂ? നമ്മളിവിടെ വാച്ചിനെ വാച്ചസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എസ് മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, ഒരു ES വേണം. അതാണ് WATCHES. മനസ്സിലായോ? ക്യാരി എന്ന് പറയുന്ന ഒരു വെർബ്, ക്യാരി അറിയാലോ, ക്യാരി. അപ്പോൾ ഈ ക്യാരിയെ ക്യാരീസ് ആക്കണമെങ്കിൽ CARRIES. ഇവിടെ വൈ മാറി ഐ ആകുന്നു, എന്നിട്ടൊരു ES ഇട്ട് കൊടുക്കണം. അതുപോലെ പുഷ് എന്ന് പറയുന്ന വെർബിനെ പുഷസ് ആക്കണമെങ്കിൽ PUSHES. ടീച്ച് എന്ന് പറയുന്ന വെർബിനെ ടീച്ചേഴ്സ് ആക്കണമെങ്കിൽ TEACHES ടീച്ചേഴ്സ്. കണ്ടോ? ഇനി അതുപോലെ ഫ്ലൈസ് ആക്കണമെങ്കിൽ FLIES ആണ്. കണ്ടോ? FLIES, വൈ മാറി ES ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മളൊരു എസ് ഇട്ട് കൊടുത്താൽ മതി. ചില വെർബ്സിനെ എന്ത് ചെയ്യണം? നമ്മളവിടെ എസ് ഇട്ട് കൊടുക്കണം. ചിലതിൻ്റെ കൂടെ നമ്മൾ എസ് മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, ഒരു ES തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ ഇതിന് കാണാൻ പഠിച്ച് ഓരോ ആയിരക്കണക്കിന് വെർബുകളുണ്ട്, 10,000 വെർബുകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് എവിടെയാണ് എസ് എവിടെയാണ് ES അങ്ങനെയൊന്നും നമുക്ക് പഠിച്ചു വെക്കാനൊന്നും പഠിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഗ്രാജുവലി അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കോളും. അല്ലാതെ ഇതൊന്നും കാണാതെ പഠിച്ചിട്ടോ ഇതൊന്നും പഠിച്ചു വെച്ചിട്ടോ ഒന്നും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് പ്രാക്ടീസാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതേപോലുള്ള വെർബുകളിട്ട് പലതവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം മനസ്സിലേക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലേക്ക് വന്നോളും. ഗ്രാജുവലി ഇതെല്ലാം എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് വന്നോളും. അപ്പോൾ ഇതൊന്നും കാണാൻ പഠിക്കാനായിട്ട് നിൽക്കേ വേണ്ട. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ? ചില വെർബിൻ്റെ കൂടെ നമ്മൾ എസ്, ചിലയിടത്ത് നമ്മൾ ES ഇടേണ്ടി വരും. ഇതാണ് കാര്യം. ഓക്കെ, ഇനി ഇത്രയല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ഒരുപാട് വെർബുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ ധാരണകൾ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് സെൻറ്റൻസ് ക്രിയേഷനിലേക്ക് പോവാം. ഇവിടെ നോക്കൂ, ഞാനിവിടെ ഒരു 4 സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ കം എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ഫോം, ആ ഒരു വെർബ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് സെൻറ്റൻസ് മൈ മദർ കംസ് ഹിയർ എവരി ഡേ. നിങ്ങൾ ഈ കംസ് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കേണ്ട, നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. മൈ മദർ കംസ് ഹിയർ എവരി ഡേ. എൻ്റെ അമ്മ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. ഹീ കംസ് ഹിയർ എവരി ഡേ. അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അവിടെയും കംസ് ആണ് വന്നിരിക്കുന്നത്. ദേ കം ഹിയർ എവരി ഡേ. അവർ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അവിടെ കണ്ടോ? അവിടെ എന്താണ്? കം ആണ് കിടക്കുന്നത്. യുവർ പേരൻസ് കം ഹിയർ എവരി ഡേ. അവിടെയും യുവർ പേരൻസ്, നിങ്ങളുടെ പേരൻസ്, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു? കം ഹിയർ എവരി ഡേ. എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. അവിടെയും കം ആണ്. ഇപ്പോൾ ദേയും യുവർ പേരൻസും വന്നപ്പോൾ രണ്ടിടത്തും കം വന്നു, ബാക്കി രണ്ടിടത്തും എന്ത് ചെയ്തു? കംസ് വന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഇവിടെ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം,
ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. മൈ മദർ, ഹിയർ, ദെയർ, യുവർ പേരൻസ്. മനസ്സിലായോ? യുവർ പേരൻസ്. ഇനി നോക്കൂ, എന്താണ് ഇതിനെ പറയുക? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു സെൻറ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരെ നമ്മൾ എന്ത് പറയുന്നു? സബ്ജക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതൊന്നും നമ്മൾക്ക് സംസാരിക്കാൻ നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി പഠിച്ചു നോക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ ആ ഒരു സെൻറ്റൻസ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ എനിക്കിത് പറയേണ്ടതുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അല്ലാതെ ഇത് പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവർ സബ്ജക്റ്റ്, ഇങ്ങനെയൊന്നും നമ്മൾ പഠിച്ചൊന്നും വെക്കണ്ട, ഇതെല്ലാം വിട്ടേക്കൂ. അപ്പോൾ ഈ സബ്ജക്റ്റിനെ നമ്മൾ നോക്കുക. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഒന്ന് മൈ മദർ, അല്ലേ, എൻ്റെ അമ്മ വരുന്നു, അല്ലേ, ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവിടെ ആ പ്രവൃത്തി വരുന്നു എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയാണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ മദർ. രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഹി ആണ്, അവൻ. ഹി കംസ്, അവനാണ്, ഹി, അവൻ. ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. മൂന്നാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ, അവർ. നാലാമത് ആരാണ്? യുവർ പേരൻസ്. ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ആദ്യം ഇവിടെ ഈ യുവർ, ഇത് യു അല്ല, യുവർ പേരൻസ്, നിങ്ങളുടെ അച്ഛനമ്മമാർ. അപ്പോൾ ഞാൻ ഈ യുവറിൻ്റെ അടുത്ത് മാത്രമാണ് ആദ്യം ഞാൻ എന്ത് ചെയ്തത്? റൗണ്ട് ചെയ്തിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഈ പേരൻസിനെയും കൂടെ ചേർത്ത് റൗണ്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുവർ മാത്രമാക്കി എടുക്കരുത്. അല്ലെങ്കിൽ യു എന്ന് പറയുന്ന യു അല്ല, ഇത് യുവർ ആണ്. യുവർ മാത്രമല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, യുവർ പേരൻസ് മുഴുവനായിട്ടാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം പെട്ടെന്ന് പറയാം, ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് ഈ രീതിയിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെർബിനെ നമ്മളവിടെ എസ് ഓർ എസ് വേണോ വേണ്ടായോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു റൂളുണ്ട്, ഒരു നിയമമുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, എന്താണ് സിംഗുലർ എന്ന് പറഞ്ഞാൽ? ഈസി, എല്ലാവർക്കും അറിയാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരാളെ ഉള്ളെങ്കിൽ, ഒറ്റ ആളെ ഉള്ളെങ്കിൽ അതിനെയാണ് സിംഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈ മദർ എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. അതപ്പോൾ എന്താണിത്? അത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റാണ്, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? സിംഗുലർ, അല്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള സെൻറ്റൻസ് ക്രിയേഷൻ്റെ റൂൾ ഇതാണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് ചെയ്യണം? വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. അതുകൊണ്ടാണ് ഇവിടെ മൈ മദർ വന്നു. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് ചേർത്തു, കംസ് എഴുതി അവിടെ ഉണ്ടോ. അതുകൊണ്ടാണ് മൈ മദർ വന്നപ്പോൾ അവിടെ കംസ് വന്നത്. ഇനി അവിടുത്തെ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് വരുന്നു. ഹി വന്നു, നോക്കുന്നു. ഹി എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒരാളുണ്ടോ ഒന്നിൽ കൂടുതലുണ്ടോ? സിംഗുലർ ആണ്. ഹി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെയും സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് എന്ത് വേണം? വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് വേണം. അടുത്ത മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോകുന്നു. ദേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. അവർ ആകുമ്പോൾ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ. ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ പ്ലൂറലാണ്. എന്താണ്? പ്ലൂറൽ. അപ്പോൾ വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് വേണ്ട. മനസ്സിലായോ? വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് വേണ്ട. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഓർ എസ് വേണം, പ്ലൂറൽ ആണെങ്കിൽ എസ് ഓർ എസ് വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ കം വന്നത്. ഇനി അടുത്ത യുവർ പേരൻസ് നോക്കൂ. യുവർ പേരൻസ് അവിടെ നമ്മളെങ്ങനെ അതിനെ എന്ത് പറയും? അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യുവർ പേരൻസ് ആണ്, അല്ലേ? യു എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞു, യുവർ പേരൻസ് എന്നാണ്. യു അല്ല, യുവർ പേരൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതലുണ്ട്. യുവർ പേരൻസ് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ എന്ത് മതി? നമുക്ക് കം മതി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഈ രീതിയിലുള്ള സെൻറ്റൻസ് ക്രിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു റൂള് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കൂടുതൽ, അതായത് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ ഒന്നുകൂടെ എഴുതാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ റൂൾ വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. നോക്കൂ, ഫസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു കം എന്ന് പറയുന്ന ആ വെർബ് മാത്രമാണ്. നിങ്ങൾ പെട്ടെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ആ സെയിം സെൻറ്റൻസുകൾ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. നോക്കൂ, കം വെച്ച് തന്നെ ആ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വെച്ച് തന്നെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഹി, അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് വേണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എസ് ഓർ എസ് വേണ്ട. ഇനി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഹി എന്ത് ചെയ്യുന്നു? കം. അപ്പോൾ എന്ത് വേണം? ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് വരും? കംസ് വരും. കണ്ടോ? ഹി കംസ് ഹിയർ എവരി ഡേ. ഇനി ദേ ആവുമ്പോൾ നമ്മൾ നോക്കുന്നത് ദേ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എസ് ഓർ എസ് വേണ്ട, കം മതി. ദേ കം ഹിയർ എവരി ഡേ. അടുത്ത ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ, ഒരാളെ ഉള്ളൂ, അല്ലേ? സിംഗുലർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം? എസ് ഓർ എസ് വേണം. ഷീ കംസ് ഹിയർ എവരി ഡേ. യു ഡാഷ് ഹിയർ എവരി ഡേ. അവിടെ എന്താണ്? യു എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? യു എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഉള്ളൂ. അപ്പോൾ സിംഗുലർ അല്ലേ? ആണോ? പക്ഷേ ഇവിടെ ഒരു റൂളുണ്ട്. ഇവിടെ റൂൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ എസ് ചേർക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ എസ് ചേർക്കണ്ട. ഇനി ശ്രദ്ധിച്ചോളുക.
അതേപോലെ യു, ഇത് രണ്ടും വരുമ്പോൾ ഐയും യുവും സബ്ജക്റ്റായിട്ട് വരുവാണെങ്കിൽ അതിനെ നിങ്ങൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ കൂട്ടണ്ട. ഐ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളൂ, ഒരാളല്ല ഉള്ളൂ, അപ്പോൾ എന്താവും അത് സിംഗുലറാണ്, വേണ്ട. യു, നീ എന്ന് പറയുമ്പോൾ ഒരാളല്ല ഉള്ളൂ. പക്ഷേ ഇവിടെ രണ്ട്, ഈ ഐയും യുവും ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഇതിൻ്റെ റൂൾസിലേക്ക് കൂടുതൽ കയറി പോകണ്ട. അത് തേർഡ് പേഴ്സൺ സിംഗുലർ എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് തൽക്കാലം അങ്ങനെയുള്ള കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഉള്ളിലേക്ക് നമ്മൾ പോകണ്ട. തൽക്കാലം ഇത്രയും മാത്രം അറിഞ്ഞിരുന്നു സംസാരിക്കുക. എന്താണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഓർ എസ് ചേർക്കണം, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ചേർക്കേണ്ട. ഐയും യുവും വന്നാലും എസ് ഓർ എസ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ യു വരുമ്പോൾ എന്ത് വേണ്ട, എസ് ഓർ എസ് വേണ്ട, കം മതി. മനസ്സിലായോ? ഇനി മൈ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ സിസ്റ്റർ, ഒരാളല്ല ഉള്ളൂ, അപ്പോൾ എസ് ഓർ എസ് വേണം, കംസ്. യുവർ അങ്കിൾ, എന്താണ് അവിടെ, യുവർ നിങ്ങളുടെ, ആര്, അങ്കിൾ, യുവർ അങ്കിൾ, നിങ്ങളുടെ അങ്കിൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ചിലർക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഈ യു എന്ന് പറയുന്ന കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടെ എസ് ഓർ എസ് ഇല്ലാതെ എഴുതും. അങ്ങനെയല്ല, യുവർ അങ്കിൾ അതാണ് സബ്ജക്റ്റ്. യുവർ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, അപ്പോൾ എസ് ഓർ എസ് വേണം, കംസ്. യുവർ അങ്കിൾ കംസ് ഹിയർ എവരിഡേ. ഇനി ഐ കണ്ടോ, അപ്പോൾ അവിടെ എന്ത് മതി, കം മതി. കാരണം ഐ യു ഇവ രണ്ടും വരുമ്പോൾ എസ് ഓർ എസ് വേണ്ട, ഐ കം ഹിയർ എവരിഡേ. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഹീ കംസ് ഹിയർ എവരിഡേ, എന്തുകൊണ്ട് കംസ് വന്നു, ഹീ സിംഗുലർ ആണ്. ദേ കം ഹിയർ എവരിഡേ, എന്തുകൊണ്ട് ഇവിടെ കം വന്നു, ഇവിടെ ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഷീ കംസ് ഹിയർ എവരിഡേ, കംസ് വന്നു, എന്തുകൊണ്ട്, അത് സിംഗിൾ സബ്ജക്റ്റ് ആണ്. യു കമ്മേ വന്നോളൂ, പക്ഷേ എന്തുകൊണ്ട് അവിടെ ഐയും യുവും വന്നാലും എസ് ഓർ എസ് വേണ്ട. മൈ സിസ്റ്റർ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ കംസ് വന്നു. യുവർ അങ്കിൾ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ കംസ് വന്നു. ഐ യു വന്നാൽ എസ് ഓർ എസ് വേണ്ട, അതുകൊണ്ട് ഇവിടെ കം വന്നു. മനസ്സിലായോ? ഇതാണ് സെൻറ്റൻസ് ക്രിയേഷൻ. ഇത് വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ടില്ലേ, പറഞ്ഞു വന്നപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതായത് സബ്ജക്റ്റ് സിംഗുലർ എസ് ഓർ എസ് വേണം, സബ്ജക്റ്റ് പ്ലൂറൽ എസ് ഓർ എസ് വേണ്ട, ഐ യു ഇവ വന്നാലും എസ് ഓർ എസ് വേണ്ട. കണ്ടോ, ഇത് മാത്രം ഇങ്ങനെ നോട്ട് ചെയ്തിട്ടാൽ മതി. ഇത് നോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എഴുതിയിട്ടേക്കുന്ന ഒരു പ്രാക്ടീസ് മെത്തേഡാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതേപോലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് സിംഗിൾ ആണോ പ്ലൂറൽ ആണോ എസ് ഓർ എസ് വേണോ വേണ്ടായോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് സംസാരിക്കാൻ പാടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നാവിന് നല്ല വഴക്കം വേണം, നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സംസാരിക്കേണ്ട സെൻറ്റൻസുകൾ വളരെ ഒഴുക്കോടുകൂടി നാവിലേക്ക് വരണം. അപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടങ് പ്രാക്ടീസ് ഉണ്ടാവണം, ബ്രെയിനും നാവും തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടാവണം. ഒരു സബ്ജക്റ്റ് മനസ്സിൽ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എസ് ഓർ എസ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ വന്നിരിക്കണം. അത് ചെറിയ കാര്യമല്ല, അത് എന്താണ് മനസ്സിലാക്കുന്നതോ പഠിക്കുന്നതോ ഒന്നുമല്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ്, ഹാർഡ് വർക്ക്, പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിനൊരു മെത്തേഡാണ് ഞാൻ തന്നേക്കുന്നത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്, കുറച്ച് സബ്ജക്ട്സുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള. ഇവിടെ എന്താണ്, കോൾ അല്ലെങ്കിൽ കോൾസ് ഉപയോഗിക്കുക. ഹിം എവരിഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, അതാണ് ഇതിൻ്റെ അർത്ഥം. കണ്ടോ, ഹിം, കോൾ അല്ലെങ്കിൽ കോൾസ്, കോൾ ഹിം എവരിഡേ, അവനെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ഈ സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഐ എന്ന് പറയുമ്പോൾ ഐയും യുവും വരുമ്പോൾ എന്ത് വേണ്ട, എസ് ഓർ എസ് വേണ്ട. അപ്പോൾ ഐ കോൾ ഹിം എവരിഡേ. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും അവനെ വിളിക്കാറുണ്ട്. ഷീ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അപ്പോൾ എസ് ഓർ എസ് വേണം. ഷീ കോൾസ് ഹിം എവരിഡേ. കണ്ടോ, വി ഞങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ എസ് ഓർ എസ് വേണ്ട. വി കോൾ ഹിം എവരിഡേ. കണ്ടോ, യു ഐയും യുവും വരുമ്പോൾ എസ് ഓർ എസ് വേണ്ട. യു കോൾ ഹിം എവരിഡേ. മൈ ഫാദർ ഒരാളെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, എസ് ഓർ എസ് വേണം. മൈ ഫാദർ കോൾസ് ഹിം എവരിഡേ. ഇനി ഹിസ് സിസ്റ്റേഴ്സ് ഒന്നിൽ കൂടുതലുണ്ട്, എന്താണ് ആ സബ്ജക്റ്റ് പ്ലൂറലാണ്, അപ്പോൾ അതുകൊണ്ട് എസ് ഓർ എസ് വേണ്ട. മൈ ഹിസ് സിസ്റ്റേഴ്സ് കോൾ ഹിം എവരിഡേ. ദേ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ, ദേ പ്ലൂറലാണ്, ദേ കോൾ ഹിം എവരിഡേ. യുവർ അങ്കിൾ ഒരാളെ ഉള്ളൂ, യുവർ അങ്കിൾ കോൾസ് ഹിം എവരിഡേ. ഹെർ ബ്രദേഴ്സ് ഒന്നിൽ കൂടുതലുണ്ട്, ബ്രദേഴ്സ് കോൾ ഹിം എവരിഡേ. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ മൈ ഫ്രണ്ട് ഒരാളെ ഉള്ളൂ, കോൾസ് ഹിം എവരിഡേ. ദെയർ സിസ്റ്റർ ഒരാളെ ഉള്ളൂ. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ, അത് കാണുമ്പോൾ പ്ലൂറലാണെന്ന് വിചാരിക്കരുത്. ദെയർ സിസ്റ്റർ എന്നാ പറഞ്ഞു, അവരുടെ സിസ്റ്റർ ഒരാളെ ഉള്ളൂ, അപ്പോൾ ദെയർ സിസ്റ്റർ കോൾസ് ഹിം എവരിഡേ. ഹിസ് പേരൻസ് അവൻ്റെ പേരൻസ് ഒന്നിൽ കൂടുതലുണ്ട്, ഹിസ് പേരൻസ് കോൾ ഹിം എവരിഡേ. അടുത്ത ഹെർ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, ഫ്രണ്ട്സ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഹെർ ഫ്രണ്ട്സ് കോൾ ഹിം എവരിഡേ. കണ്ടോ, അവർ ബ്രദർ ഞങ്ങളുടെ ബ്രദർ ഒരാളെ ഉള്ളൂ, കോൾസ് ഹിം എവരിഡേ. മനസ്സിലായോ? ഇനി ഇത് വെച്ച് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഫാസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്താണ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഐ കോൾ ഹിം എവരിഡേ, ഷീ കോൾസ് ഹിം എവരിഡേ, വി കോൾ ഹിം എവരിഡേ, യു കോൾ ഹിം എവരിഡേ, മൈ സിസ്റ്റർ കോൾസ് ഹിം എവരിഡേ, മൈ ഫാദർ കോൾസ് ഹിം എവരിഡേ, ഹിസ് സിസ്റ്റേഴ്സ് കോൾ ഹിം എവരിഡേ, ദേ കോൾ ഹിം എവരിഡേ, യുവർ അങ്കിൾ കോൾസ് ഹിം എവരിഡേ, ഹെർ ബ്രദേഴ്സ് കോൾ ഹിം എവരിഡേ, മൈ ഫ്രണ്ട് കോൾസ് ഹിം എവരിഡേ, ദെയർ സിസ്റ്റർ കോൾസ് ഹിം എവരിഡേ, ഹിസ് പേരൻസ് കോൾ ഹിം എവരിഡേ, ഹെർ ഫ്രണ്ട്സ് കോൾ ഹിം എവരിഡേ, അവർ ബ്രദർ കോൾസ് ഹിം എവരിഡേ. ഇതേപോലെ പ്രാക്ടീസ് വളരെ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം.
മനസ്സിലായോ? അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ വളരെ ഒഴുക്കോടുകൂടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ നിർത്തരുത്. 2, 3, 4 തവണ വായിക്കുമ്പോൾ ശരിയായും തോന്നും, പക്ഷേ സംസാരിക്കാനകത്ത് പോരാ. നമ്മളെന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പല തവണ പറ്റുമെങ്കിൽ ഒരു 100 തവണ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. കുറഞ്ഞതാണ് പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ നാവിന് എന്ത് ചെയ്യും? ആ ഒരു നല്ലൊരു ടങ് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റ് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകെ നമ്മൾ ശ്രമിക്കേണ്ട, അതിൻ്റെ പുറകെ ഒഴുക്കോട് കൂടി തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വന്നോളും. അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഒരു ഇപ്പം നമ്മളിപ്പം ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏത് കാര്യമാണെങ്കിലും, നമ്മൾ ഏത് കാര്യം ജീവിതത്തിലെടുത്താലും നമ്മളുടെ മനസ്സിലൊരു ഫയർ ഇല്ലെങ്കിൽ അതിനെ 100% ഒരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഒരു മനസ്സിൽ നല്ലൊരു കത്തി നിൽക്കുന്ന ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിനായാലും, ഇതിന് മാത്രമല്ല ഏത് കാര്യത്തിനായാലും അതിങ്ങനെ കത്തി നിൽക്കണം. അതിനെ എന്തെടുക്കണം? അത്രയ്ക്കൊരു അതിനോടൊരു പാഷൻ എന്ന് വെച്ചാൽ നമുക്ക് അത്ര തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ഇരുന്ന് നമ്മൾ കുറഞ്ഞ ഒരു മണിക്കൂർ മതി. ഒരു മണിക്കൂർ നമ്മൾ അത്രയധികം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് വിത്തിൻ 1 മന്ത്, ഞാൻ 1 മാസമേ പറയുന്നുള്ളൂ, നമ്മൾ എത്ര പോർഷൻസ് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പ്രാക്ടീസ് നമ്മൾ അത്യാവശ്യം 1 മാസം കൊണ്ട് കുറച്ച് പോർഷൻസ് കവർ ചെയ്യുന്നത് വെച്ചിട്ട് പോലും സംസാരിക്കാൻ പറ്റും. അത്യാവശ്യം എവിടെ പോയാലും മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും. 1 മാസം ഞാൻ എൻ്റെ ഈ പറഞ്ഞ പ്രാക്ടീസ് സെഷൻ ഫോളോ ചെയ്ത് വന്നിട്ട് അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് അത്യാവശ്യം എവിടെ പോയാലും സംസാരിക്കാൻ, മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ തന്നിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യാൻ സാധനമുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഫോളോ ചെയ്യുന്നവർ അത്യാവശ്യം ഈ ഒരു സംഭവം എന്ത് ചെയ്യുക? ഇത് നല്ലതുപോലെ നമ്മൾ എഴുതിയെടുത്തിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറഞ്ഞത് 1 മണിക്കൂർ. 1 മണിക്കൂറൊന്നും പോരാ, ഞാൻ ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്. 1 മണിക്കൂറൊന്നും പോരാ. അപ്പം മാക്സിമം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നല്ല ഫ്ലുവൻ്റ് ആക്കുക, എന്നിട്ട് സ്വയം സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ. പിന്നെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് അരിച്ച് പറക്കി എടുക്കുക, ഓരോ ന്യൂസും വായിച്ച് നോക്കുക. ഈ രീതിയിലുള്ള ക്രിയേഷൻ കിട്ടും. SOS ഉപയോഗിച്ചിട്ടുള്ള ക്രിയേഷൻസ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി എഴുതിയെടുത്ത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യും? നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. നിങ്ങളുടെ ഒരു സ്പീക്കിംഗ് എബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും തരുന്നു. ഇത് നല്ല രീതിയിൽ ഇന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുക.